പല ആളുകളും ചിന്തിക്കുന്നത് യേശുക്രിസ്തു എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ മാത്രം പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ചരിത്രപുരുഷനല്ല എന്ന്. സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരാൾ ലോകത്തിലേക്ക് വരാൻ പോവുകയാണ്. പുരുഷബന്ധം കൂടാതെ ജനിക്കുന്ന ഒരു സ്ത്രീയുടെ സന്തതി. അത് മനുഷ്യനെ സൃഷ്ടിച്ച ആദ്യ നാളുകളിൽ തന്നെ പ്രവചനം ആരംഭിച്ചതാണ്. കുറേ കൂടെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു സ്ത്രീയുടെ സന്തതി മാത്രമല്ല, കന്യകയുടെ പുത്രനായിരിക്കും. കന്യക എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്? അതാണ് അത്ഭുതകരമായ ദൈവപുത്രൻ്റെ ജനനം. അത് യെശയ്യാ ആ പ്രവചനം നടത്തി. AD 55 ടാസിറ്റസ് എന്ന് പറയുന്ന ചരിത്രകാരൻ, റോമൻ ചരിത്രകാരൻ, യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് വിശദമായും കൃത്യമായും എഴുതിയിട്ടുണ്ട്. AD 61 മുതൽ 113 വരെ ജീവിച്ചിരുന്ന ചെറിയ പ്ലിനി ദ യങ്ങർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗവർണർ, ഗ്രീക്ക് ചക്രവർത്തിയായ അലക്സാണ്ടർ തൻ്റെ ഭാഷ, ഗ്രീക്ക് ഭാഷ സാഹിത്യ ഭാഷയാക്കാനും ഗ്രീക്കിൻ്റെ സംസ്കാരം ലോകത്തിലെല്ലായിടത്തും പ്രചരിപ്പിക്കാനും ആഗ്രഹിച്ചു. എന്നാൽ യൂറോപ്പ്, ഏഷ്യ 2 ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ സംബന്ധിച്ച് അവയെല്ലാം തമ്മിൽ കോർത്തിണക്കിക്കൊണ്ടുള്ള രാജപാതകളും വീഥികളും ധാരാളമുണ്ട്. ലൈഫ് ഫോക്കസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയനായ ബൈബിൾ പ്രഭാഷകനും ഒട്ടനവധി ബൈബിൾ സെമിനാറുകളിലെ അധ്യാപകനുമായ ശ്രീ വർഗീസ് കുര്യൻ അവർകളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നാൽ പല ആളുകളും ചിന്തിക്കുന്നത് യേശുക്രിസ്തു എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ മാത്രം പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ചരിത്രപുരുഷനല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു മത ആചാര്യൻ യൂട്യൂബിൽ ഇങ്ങനെ പറഞ്ഞിരിക്കും, ഞാൻ ശ്രദ്ധിച്ചു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു എന്ന് പറയുന്നു ക്രിസ്ത്യാനികൾ. പക്ഷേ റോമൻ കാലഘട്ടത്തിൽ ആണ് അദ്ദേഹം വന്നതെങ്കിൽ ഇത്ര വിശദമായിട്ട് ചരിത്രം അടങ്ങിയിട്ടുള്ള റോമൻ ചരിത്രത്തിൽ യേശുവിനെ പറ്റി ഒന്നും വന്നിട്ടില്ല ഒരു സൂചന അദ്ദേഹം പറയുകയുണ്ടായി. സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് പറയാനായിട്ടുള്ളത്? യേശുക്രിസ്തു വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു ചരിത്രപുരുഷനാണ്. എന്നാൽ ബൈബിളിന് വെളിയിൽ ധാരാളം തെളിവുകളുണ്ട്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ AD 55 ടാസിറ്റസ് എന്ന് പറയുന്ന ചരിത്രകാരൻ, റോമൻ ചരിത്രകാരൻ, യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് വിശദമായും കൃത്യമായും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ പിന്തുടർന്നാണ് മറ്റ് പല ആളുകളും ആവേശം ഉൾക്കൊണ്ടതും ആ ചരിത്രം ശരിയാണെന്ന് സമ്മതിക്കുകയും ചെയ്തത്. AD 61 മുതൽ 113 വരെ ജീവിച്ചിരുന്ന ചെറിയ പ്ലിനി ദ യങ്ങർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗവർണർ, ട്രാജൻ എന്ന റോമൻ ചക്രവർത്തിയുടെ കീഴിലെ ഒരു ഗവർണറായിരുന്നു. ബിഥിന്യ ദേശത്തുണ്ടായിരുന്ന ഗവർണറാണ്, പലസ്തീൻ നാട്ടിലാണ്. അപ്പോൾ ചക്രവർത്തി ആവശ്യപ്പെട്ടത് ആ പ്രദേശത്തുള്ള ക്രിസ്ത്യാനികളുടെ ജീവിത രീതികൾ, ആരാധനകൾ, പെരുമാറ്റങ്ങൾ, അവരുടെ രക്ഷകനെന്ന് അവകാശപ്പെടുന്ന യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ ഒരു രേഖയുണ്ടാക്കി നൽകാനായിട്ട് ആവശ്യപ്പെട്ടു, റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ടിൽ ചക്രവർത്തി ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം എഴുതി ചക്രവർത്തിക്ക് കൊടുത്തപ്പോൾ ഒരു പ്രസ്താവന അദ്ദേഹം എഴുതിയത് വളരെ പ്രസിദ്ധമാണ്. വേൾഡ് ഹിസ്റ്ററി വിത്തൗട്ട് ജീസസ് ഈസ് ഇൻകംപ്ലീറ്റ്. യേശുവിനെ കൂടാതെയുള്ള ലോക ചരിത്രം അപൂർണമാണെന്നാണ് അദ്ദേഹം ചക്രവർത്തിക്ക് കൊടുത്ത ഈ എഴുത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഈ പ്ലിനി ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. പിന്നീട് യഹൂദ ചരിത്രകാരനായ ജോസീഫസ്, അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. പക്ഷേ ആ നാട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം എഴുതി. ആ കാലഘട്ടത്തിൽ പൊതുവെ യഹൂദന്മാർ യേശുവിനെതിരായിരുന്നു. യഹൂദന്മാർ യേശുവിനെ കൊന്നവരും യേശുവിൻ്റെ മാർഗത്തിനെതിരുമായിരുന്നു. അവരാണ് ക്രിസ്ത്യാനികളെയും കൊന്നു കൊടുക്കാനായിട്ട് റോമാ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചത്. അവരുടെ ഒരു ചരിത്രകാരനായ ജോസീഫസ് യേശുവിനെക്കുറിച്ച് വളരെയധികം വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു സത്യസന്ധനായ ചരിത്രകാരനാണ്. ചരിത്രത്തെ വളച്ചൊടുക്കുന്ന ആളായിരുന്നില്ല. ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ആളുകൾക്ക് യേശു ചരിത്രത്തിൽ ജീവിച്ചിരുന്നില്ലാത്ത ആളാണെന്ന് പറയാം. പക്ഷേ ജോസീഫസ് ചരിത്രകാരനായിരുന്നു. പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എഴുതിയ എഴുത്തുകളെല്ലാം യേശു ചരിത്രകാരനായിരുന്നുവെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ H.G. വെൽസിൻ്റെ ലോകചരിത്രം, വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകം, അത് മലയാളികൾക്ക് ഇംഗ്ലീഷ് വായിക്കണമെന്നില്ല. C. അച്യുതമേനോൻ, ചേരാട്ട് അച്യുതമേനോൻ കേരളത്തിന് മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹമാണ് ആ പുസ്തകം തർജ്ജമ ചെയ്തത്. ആ പുസ്തകം ഇന്ന് വാങ്ങാൻ കിട്ടും. വായിച്ചു നോക്കിയാൽ യേശുക്രിസ്തു ചരിത്രപുരുഷനായിരുന്നെന്ന് H.G. വെൽസിൻ്റെ ആ പുസ്തകത്തിലെ എഴുത്തുകൾ അതേപടി
അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഈ നിലയിൽ നോക്കിയാൽ ബൈബിളിൻ്റെ പഴയ നിയമഭാഗത്തുണ്ടായിരുന്ന പ്രതീക്ഷകൾ, പുതിയ നിയമഭാഗത്ത് നിറവേറപ്പെട്ട ചരിത്രങ്ങൾ, യേശുവിൻ്റെ ജീവചരിത്രം, ലോക സംഭവങ്ങൾ, ഭരണാധികാരികൾ, ഇവയെല്ലാം ചേർത്ത് വെച്ച് കഴിയുമ്പോൾ യേശുക്രിസ്തു ഒരു ചരിത്രപുരുഷനാണെന്ന് വളരെ വ്യക്തമായിട്ട് തെളിയുകയാണ്. ബൈബിളിൽ ഒരു പരാമർശം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കാലത്തിൻ്റെ നടുവിലാണ് യേശു വന്നത് എന്ന്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? കാലത്തിൻ്റെ നടുവിലാണ് വന്നത്. കാലത്തെ രണ്ടായിട്ട് തിരിച്ചു. ക്രിസ്തുവിന് മുമ്പ്, ബിഫോർ ക്രൈസ്റ്റ് എന്നും അന്നോ ഡൊമിനി, ദ ഇയർ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ വർഷം എന്നുമായിട്ട് ലോക ചരിത്രത്തെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ നിലയിൽ പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ നടുനായകനാണ് യേശു, ചരിത്രപുരുഷനാണ് എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല, യേശു ലോകത്തിലേക്ക് വന്നു എന്ന് പറയുന്നത് നിഷേധിക്കാനാവാത്ത അനവധി തെളിവുകളാൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞുള്ള കാര്യമാണ്. ഈ കാലസമ്പൂർണത എന്നൊരു വാക്ക് പറഞ്ഞല്ലോ. ആ കാലസമ്പൂർണത എന്നുള്ളത് നമുക്ക് ഏതെല്ലാം നിലയിൽ ചിന്തിക്കുവാനായിട്ട് കഴിയും? കാലസമ്പൂർണതയ്ക്ക് വളരെ വിശദമായ ഒരു വിശദീകരണം തന്നെ വേണ്ടി വരും. ഒരു പ്രത്യേക വർഷത്തെക്കുറിച്ചല്ല അത് പറഞ്ഞിരിക്കുന്നത്. യേശു ലോകത്തിലേക്ക് വന്നു എന്ന് പറയപ്പെടുന്ന ആ ചരിത്ര വസ്തുതയുടെ പിൻപിൽ ഒട്ടനവധി തയ്യാറെടുപ്പുകൾ നടത്തപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, സാംസ്കാരിക ലോകം യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരുന്നു. 2, രാഷ്ട്രീയ ലോകം യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി. 3, മതലോകം യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി. ആ 4 ലോകങ്ങളെക്കുറിച്ച് ഓരോ സൂചനകൾ പറഞ്ഞാൽ, സാംസ്കാരിക ലോകം യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി. ഇന്ന് ലോകത്തിൽ എവിടെയുള്ള ആളുകൾക്കും സംസാരിക്കാൻ പൊതുവായൊരു ഭാഷയുണ്ട്, ഇംഗ്ലീഷ് ഭാഷയാണ്. അതുപോലെ യേശുവിൻ്റെ കാലമായപ്പോഴേക്കും യേശുവിനെക്കുറിച്ചുള്ള ചരിത്രവും യേശുവിൻ്റെ രക്ഷാമാർഗവും ലോകത്തിലെമ്പാടും അറിയിക്കപ്പെടണമെങ്കിൽ ഒരു പൊതുവായ ഭാഷയുണ്ടായാൽ മതിയാകുകയുള്ളൂ. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അങ്ങനെയാണ് ഗ്രീക്ക് ചക്രവർത്തിയായ അലക്സാണ്ടർ തൻ്റെ ഭാഷ, ഗ്രീക്ക് ഭാഷ സാഹിത്യ ഭാഷയാക്കാനും ഗ്രീക്കിൻ്റെ സംസ്കാരം ലോകത്തിലെല്ലായിടത്തും പ്രചരിപ്പിക്കാനും ആഗ്രഹിച്ചു. അങ്ങനെ പറഞ്ഞാൽ പൊതുവെ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം ഗ്രീക്ക് അറിയാവുന്ന ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. യേശുവിനെക്കുറിച്ചുള്ള ചരിത്രവും പിന്നീട് വന്ന പുതിയ നിയമ ഭാഗങ്ങളും ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. അത് യേശുവിൻ്റെ സുവിശേഷം വേഗത്തിൽ പ്രചരിക്കുന്നതിന് കാരണമായി. അത് ഒരു മുന്നൊരുക്കം തന്നെ ദൈവം നടത്തിയതാണ്. യഹൂദദേശത്തുണ്ടായിരുന്ന ആളുകൾ എബ്രായ ഭാഷയാണ് സംസാരിച്ചിരുന്നത്. പക്ഷേ ആ ചെറിയ രാജ്യത്തിൻ്റെ വെളിയിലുണ്ടായിരുന്ന ദേശങ്ങളിലെല്ലാം ഗ്രീക്ക് ഭാഷയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഈ സുവിശേഷത്തിൻ്റെ പ്രചരണത്തിന് വളരെ സഹായകരമായി. ഈ മുന്നൊരുക്കങ്ങളിൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ലോകത്തിൻ്റെ ഒരുക്കം ഉണ്ടായിരുന്നു. എവരി റോഡ് ലീഡ്സ് ടു റോം എന്നൊരു ചൊല്ല് തന്നെ ഉണ്ട്. ഓരോ രാജ്യവും അതിൻ്റെ അതിരുകൾ കെട്ടിയടച്ചിരുന്നെങ്കിൽ യേശുവിൻ്റെ സുവിശേഷം ലോകത്തിൽ പ്രചരിക്കുമായിരുന്നില്ല. അത് ഇസ്രായേൽ ദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുമായിരുന്നു. എന്നാൽ യൂറോപ്പ്, ഏഷ്യ 2 ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ സംബന്ധിച്ച് അവയെല്ലാം തമ്മിൽ കോർത്തിണക്കിക്കൊണ്ടുള്ള രാജപാതകളും വീഥികളും ധാരാളമായിട്ട് ഉണ്ടാക്കപ്പെട്ടു. അത് സുവിശേഷം അതിവേഗം പ്രചരിക്കാനായിട്ട് കാരണമായി തീർന്നു. മൂന്നാമതായിട്ട് മതപരമായ ഒരു ഒരുക്കം എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. ആളുകൾ ഒരു രക്ഷകൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടേയിരുന്നു. ആ നിലയിൽ ചിന്തിച്ചാൽ സാംസ്കാരിക ലോകവും രാഷ്ട്രീയ ലോകവും മതലോകവും എല്ലാം യേശുവിൻ്റെ വരവിന് വേണ്ടി നേരത്തെ തന്നെ തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. അതാണ് കാലസമ്പൂർണത എന്ന വാക്കിൻ്റെ അർത്ഥം. മതലോകം എന്ന് പറയുമ്പോൾ ബൈബിളിനുള്ളിൽ തന്നെ പഴയ നിയമത്തിലുള്ള ഭാഗങ്ങളിൽ ഇങ്ങനൊരു രക്ഷകൻ വരും, അല്ലെങ്കിൽ യേശുക്രിസ്തു വരും, മശിഹ വരും എന്നുള്ള ഒരു പ്രവചനം കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ വിമർശകർ പറയുന്നത് അത് ബൈബിളിനുള്ളിൽ തന്നെ പറയുന്നു വരും, എന്നിട്ട് ബൈബിളിനുള്ളിൽ തന്നെ പറഞ്ഞു വന്നു, അതിനകത്ത് എന്ത് ആധികാരികതയാണുള്ളത് എന്നാണ്. ഇത് കേവലം ബൈബിളിനകത്ത് പ്രവചിക്കപ്പെട്ട ഒരു കാര്യമായിട്ടിരിക്കുന്നില്ല. പ്രധാനമായിട്ടും യേശുവിൻ്റെ വരവിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു രക്ഷകൻ്റെ വരവിന് വേണ്ടി മുഴുവൻ ലോകവും കാത്തിരിക്കുകയായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, പാശ്ചാത്യ ലോകം ഇത്തരത്തിലുള്ള ഒരാളുടെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നു. മധ്യദേശം, അതായത് ഇസ്രായേൽ ദേശം, ഒരു രക്ഷകന് വേണ്ടി ഒരുങ്ങി തയ്യാറെടുപ്പോടെ ഇരുന്നു. മധ്യപൂർവ്വദേശം യേശുവിൻ്റെ വരവിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. ഇനി പൗരസ്ത്യ ലോകം, ഭാരതം ഉൾപ്പെടെയുള്ള പൗരസ്ത്യ ദേശങ്ങളും ഇത്തരത്തിലുള്ള രക്ഷകൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരുന്നു. അങ്ങനെ നോക്കിയാൽ 4 മേഖലകളായിട്ട് ലോകത്ത് തിരിച്ചാൽ ആ ദേശത്തുണ്ടായിരുന്ന ആളുകളെല്ലാവരും യേശുവിൻ്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നു. യേശു എന്ന് ഞാൻ പറയുമ്പോൾ ഒരു രക്ഷകൻ, ഒരു വിമോചകൻ, ലോകത്തെ രക്ഷിക്കാൻ, നയിക്കാൻ കഴിയുന്ന ഒരു നേതാവിന് വേണ്ടി കാത്തിരുന്നു. ഉദാഹരണങ്ങൾ പറയാം. ഈ പാശ്ചാത്യ ലോകം തത്വചിന്തകന്മാരുടെ നാടായിരുന്നു. പ്രധാനമായിട്ടും ഗ്രീക്ക് സാമ്രാജ്യം, ഗ്രീസ് രാജ്യം വലിയ തത്വചിന്തകന്മാരുടെ
വിശദീകരണങ്ങൾ നൽകി പോന്നിരുന്നൊരു സ്ഥലമാണ്. അവരുടെ പുതിയ പുതിയ തത്വചിന്തകൾ കേൾക്കാനായിട്ട് ആളുകൾ ധാരാളമായിട്ട് തടിച്ചുകൂടിയിരുന്നു. അതിനുവേണ്ടിയുള്ള ഓഡിറ്റോറിയങ്ങൾ പോലും ധാരാളമായിട്ടുണ്ടായിരുന്നു. ഒരാളൊരു തത്വചിന്ത അവതരിപ്പിക്കുന്നു, അടുത്തയാൾ അതിന് വേറൊരു ഭാഷ്യം നൽകുന്നു, പിന്നീട് വരുന്ന ആളുകൾ അതിന് ഭാഷ്യം നൽകുന്നു. അങ്ങനെ നോക്കിയാൽ സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ തുടങ്ങിയ ആളുകൾ, ഡയോജനിസ്, ഇവരെല്ലാവരും ആ തത്വചിന്തകന്മാരുടെ ഗണത്തിൽപ്പെടുത്താവുന്നവരാണ്. വാസ്തവത്തിൽ ഇവരുടെ എല്ലാവരുടെയും തത്വചിന്തകൾ നോക്കിയാൽ വാട്ട് ഈസ് ഫിലോസഫി, തത്വചിന്ത എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സെർച്ചിങ് ഫോർ എ ഡാർക്ക് ക്യാറ്റ്, ബ്ലാക്ക് ക്യാറ്റ് ഇൻ എ ഡാർക്ക് റൂം വേർ ഇറ്റ് ഈസ് നോട്ട്. ഇല്ലാത്ത ഒരു കറുത്ത പൂച്ചയെ ഇരുണ്ട മുറിയിൽ തപ്പുന്നത് പോലെയാണ് തത്വചിന്ത എന്ന് പറയാറുണ്ട്. അത് ഏറെക്കുറെ ശരിയാണ്. ഈ ചിന്തകന്മാരുടെ കാര്യം നോക്കിയാൽ അവരിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ളത് പ്ലേറ്റോയാണ്. നമ്മുടെ സ്കൂളുകളിലും അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയും പഠിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിലും അദ്ദേഹത്തിൻ്റെ അറിവിലും ഈ തത്വചിന്തകന്മാരെല്ലാവരും തന്നെ, പ്ലേറ്റോ ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിച്ചിരുന്നത് ഇതൊരു ദൃശ്യലോകം, നമ്മൾ ജീവിക്കുന്നൊരു ദൃശ്യലോകം. പക്ഷേ ഇതിൻ്റെ പുറകിലൊരു അദൃശ്യ ലോകമുണ്ടായിരിക്കണം. കാരണം ഇത് ആകസ്മികമായിട്ടുണ്ടായതാണെന്ന് പറയാൻ കഴിയുന്നതല്ല. ബുദ്ധിയുള്ള ഒരാളും അങ്ങനെ പറയില്ല. ഈ ഭൂമിയും മറ്റു സൃഷ്ടികളും പൊടുന്നനവേ പൊട്ടി വീണതാണെന്നോ മുളച്ചു വന്നതാണെന്നോ ആരും പറയില്ല. ഇതിൻ്റെ പിൻപിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം, ഒരു ഉണ്മ, ഒരു സൃഷ്ടാവ് ഉണ്ടായിരിക്കും എന്നുള്ള ചിന്ത ഈ പാശ്ചാത്യ ലോകത്തിലെ ചിന്തകന്മാർക്കുണ്ടായിരുന്നു. അതിൽ പ്ലേറ്റോയുടെ വിശദീകരണങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഇത് വസ്തുക്കൾ നിറഞ്ഞതാണ്, മാറ്ററാണ്, ഇത് ദുഷ്ടതയും തിന്മയും നിറഞ്ഞതാണ്. പക്ഷേ ഇതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ലോകം നേരെയാകാനും ലോകം ശരിയാകാനും ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഒരു പുതിയ സാമ്രാജ്യം ഉണ്ടാകണം. അദ്ദേഹം അതിന് നൽകിയ പേര് രസകരം, ഉട്ടോപ്യ എന്നാണ് അദ്ദേഹം പേര് നൽകിയത്. ഒരു സാങ്കല്പിക സന്തുഷ്ട രാജ്യമെന്നാണ്. അപ്പോൾ ഇന്നത്തെ ലോകത്തിലെ തിന്മകളെല്ലാം മാറി ആർക്കും അല്ലലും അലച്ചിലും ഇല്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യം ഉണ്ടാകണം. അങ്ങനെ ഒരു രാജ്യം ഉണ്ടാകണമെങ്കിൽ അതിനൊരു മാതൃക വേണം, അതിനൊരു നിയന്ത്രണം വേണം. അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞത് ഒരു സാങ്കല്പിക രാജ്യമുണ്ട്, ഒരു സാമ്രാജ്യമുണ്ട്, ഒരു ഇൻവിസിബിൾ വേൾഡ്, അദൃശ്യമായൊരു ലോകമുണ്ട്. ആ ലോകത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും മനസ്സിലായിരുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ആ സാങ്കല്പിക ലോകത്തിൻ്റെ മാതൃകയിലായിരിക്കണം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിലെ കാര്യങ്ങൾ നടത്താൻ. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൻ്റെ ഭരണാധികാരി ഒരു തത്വചിന്തകനും രാജാവുമായിരിക്കണം, ഫിലോസഫർ കിങ് ആയിരിക്കണം. സാധാരണക്കാരൻ ഭരിച്ചാൽ ഇത്തരത്തിൽ ലോകത്തിൻ്റെ കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള അറിവുകളുണ്ട്. ഒന്ന് ആബ്സ്ട്രാക്റ്റ് നോളജ്, രണ്ട് റിലേറ്റീവ് നോളജ്. ഒന്ന് അദൃശ്യമായ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, എത്തിപ്പിടിക്കാൻ കഴിയാത്ത അറിവുകളുള്ള ഒരു ലോകം, അത് അദൃശ്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്. ഉദാഹരണം, ഇപ്പോൾ രാത്രിയായി. എന്തുകൊണ്ടാണ് ഇപ്പോൾ രാത്രിയായത്? ഇപ്പോൾ രാത്രി എന്ന് പറയുന്നത് പകലല്ലാത്തതുകൊണ്ടാണ്. ഇനി പകൽ സമയത്ത് പകലിനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? രാത്രി അല്ലാത്തതുകൊണ്ടാണ്. താങ്കൾക്ക് ഒരു 5 അടി 10 ഇഞ്ച് പൊക്കമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആളുകൾ പറയും മിസ്റ്റർ ഫിലിപ്പ് ഈസ് എ ടോൾ മാൻ, പൊക്കമുള്ള ആളാണെന്ന് പറയും. എന്തുകൊണ്ടാണ് പൊക്കമുള്ള ആളാണെന്ന് പറയുന്നത്? പൊക്കം കുറഞ്ഞ ആളുകളുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ അറിവുകളെല്ലാം റിലേറ്റീവാണ്, താരതമ്യത്തിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ആബ്സ്ട്രാക്റ്റ് സെൻസിലുള്ള ഈ അദൃശ്യ ലോകത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ല. അങ്ങനെയുള്ളൊരു അദൃശ്യ ലോകം വിശുദ്ധമാണ്. അതിന് പ്ലേറ്റോ നൽകിയ പേര് സ്പിരിറ്റ് എന്നോ സോളെന്നോ മൈൻഡെന്നോ ഒക്കെ പറയും. യുക്തി, ബുദ്ധി, അറിവ്, അങ്ങനെയുള്ളൊരു സാങ്കല്പിക ലോകമുണ്ട്. അവിടുന്ന് ലഭിക്കുന്ന അറിവുകൾ വെച്ചാണ് ഒരു തത്വചിന്തകനായ രാജാവിന് ലോകത്തെ ഭരിക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സാങ്കല്പിക ലോകത്തിന് എങ്ങനെ, അല്ലെങ്കിൽ അദൃശ്യ ലോകത്തിന് എങ്ങനെ ഈ തിന്മ നിറഞ്ഞ് സൃഷ്ടിക്കാനായിട്ട് കഴിയും? പ്ലേറ്റോ പറഞ്ഞത് മനസ്സ്, അല്ലെങ്കിൽ യുക്തി, അല്ലെങ്കിൽ ആത്മാവ്, അത് വിശുദ്ധമായിരിക്കണം. അദ്ദേഹത്തിന് ഇതൊരു വ്യക്തിയാണെന്നൊന്നും അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല. എന്തോ ഒരു അദൃശ്യമായ ഒന്നുണ്ട്, ആ അദൃശ്യമായത് ഈ ദൃശ്യമായതിനെ സൃഷ്ടിച്ചു. പക്ഷേ കോൺഫ്ലിക്റ്റ് വരുന്നത് ഈ സ്പിരിറ്റും ഈ മാറ്ററും തമ്മിലുള്ള വൈരുദ്ധ്യം, ഇത് തമ്മിലുള്ള ഏറ്റുമുട്ടല. അങ്ങനെ ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? ഒരു വിശുദ്ധിക്ക് അശുദ്ധി എങ്ങനെ ഉണ്ടാക്കാനായിട്ട് കഴിയും? അതിന് ഈ ചിന്തകന്മാർ പറഞ്ഞൊരു പേരുണ്ട്. ഈ അദൃശ്യമായ ഈ മനസ്സിന് പല പല ചെറിയ ഘടകങ്ങളുണ്ട്. അതിന് ഏയൻസ് എന്ന് വിളിക്കും. സമ്പൂർണ്ണത, ടോട്ടൽ സം എന്ന് പറയാം. അതിലേറ്റവും താഴെ ഉണ്ടായിരുന്ന ഒരു ഘടകത്തിന് ഈ വസ്തുമയമായ തിന്മ നിറഞ്ഞ ലോകത്തെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അദ്ദേഹമാണ്, അല്ലെങ്കിൽ ആ ശക്തിയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. അതിനവർ നൽകിയ പേര് ലോഗോസ് എന്ന വചനം. ആ വചനമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ആശയമാണ് ബൈബിളിലുള്ളത്.
യോഹന്നാൻ്റെ സുവിശേഷം എന്നൊരു സുവിശേഷമുണ്ട്. അത് ആരംഭിക്കുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. 14-ാം വചനത്തിൽ പറയുന്നത് ആ വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. അത് കർത്താവായ യേശുവാണ്. അപ്പോൾ പാശ്ചാത്യ ലോകത്തിൻ്റെ സകല തത്വചിന്തകളും പൂവണിഞ്ഞത് കർത്താവായ യേശുവിലാണ്. ഇതേ കാലം കഴിഞ്ഞ് ഡയോജനീസ് എന്നൊരു തത്വചിന്തൻ ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരു ദിവസം പട്ടാപ്പകൽ സമയത്ത് കയ്യിൽ ഒരു റാന്തൽ വിളക്ക് കത്തിച്ച് റോഡിലൂടെ നടക്കുക. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഡയോജനീസ് നിങ്ങൾക്ക് എന്ത് പറ്റി, ഭ്രാന്താണോ? ഇത് രാത്രിയല്ലേ, പകലല്ലേ, ഈ പകൽ സമയത്ത് റാന്തൽ വിളക്ക് എന്തിനാണ് കത്തിച്ച് നടക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മനുഷ്യനെ അന്വേഷിക്കുക. ഞങ്ങളാരും മനുഷ്യരല്ലേ? അല്ല, എല്ലാവരും മർത്യരാ, അപൂർണരാ, മരണത്തിന് വിധേയരാ. പൂർണ്ണതയുള്ള ഒരാളെ ഞാൻ അന്വേഷിക്കുക, ലോഗോസിനെ അന്വേഷിക്കുക. ആ ലോഗോസാണ് കർത്താവായ യേശു, പൂർണ്ണ മനുഷ്യനായിട്ടും പൂർണ്ണ ദൈവമായിട്ട് ലോകത്തിലേക്ക് വന്ന സാക്ഷാൽ ദൈവം. ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവമാണ് യേശു ക്രിസ്തു. അവന് മാത്രമേ മനുഷ്യരെ പൂർണ്ണരാക്കാൻ കഴിയുള്ളൂ എന്ന് പാശ്ചാത്യ ലോകം സമ്മതിക്കേണ്ടതായിട്ട് വന്നു. നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്ന് വരുമ്പോൾ പാശ്ചാത്യ ലോകം കഴിഞ്ഞാൽ ഉടനെ അടുത്തായിട്ട് വരുന്നത് മധ്യദേശമാണ്. മധ്യദേശം, ഇസ്രായേൽ ദേശം. ഈ മധ്യദേശത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ബൈബിളും അതോടെ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഇസ്രായേൽ ദേശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലോകത്തിൻ്റെ മധ്യഭാഗം എന്ന് ഏകദേശം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ ദേശമാണ്. ആ ഇസ്രായേൽ ദേശത്തുണ്ടായിരുന്ന ആളുകൾ ഒരു രക്ഷകന് വേണ്ടി ആവലോടെ കാത്തിരുന്നു. അവർ പ്രതീക്ഷിച്ചിരുന്നത് മശിഹയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ ഒരാൾ വന്നെങ്കിലേ ലോകം ശരിയാകുകയുള്ളൂ. അവരുടെ അടിമത്തം അവസാനിച്ച് അവരെ ഒരു നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ മശിക്ക് കഴിയുള്ളൂ, അല്ലെങ്കിൽ രക്ഷകനെ കഴിയുള്ളൂ എന്നവർ പ്രതീക്ഷിച്ചു. അതിനാധാരമായിട്ട് അവരുടെ കയ്യിൽ പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേരാണ് വേദപുസ്തകം അല്ലെങ്കിൽ പഴയ നിയമം. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ താങ്കളൊന്ന് ശ്രദ്ധയോടെ വായിച്ചു നോക്കണം. ആരും വായിച്ചു നോക്കണം. അത് വായിച്ചു നോക്കിയാൽ ഒരു രക്ഷകന് വേണ്ടിയുള്ള വരവിന് വേണ്ടി ആ ജനത അവരുടെ കയ്യിലുള്ള പുസ്തകം എത്രമാത്രം തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയട്ടെ. മനുഷ്യൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു രക്ഷകനെ അയക്കുമെന്ന് ദൈവം പറഞ്ഞു. അതൊരു സാധാരണ മനുഷ്യനാകാൻ നിർവാഹമില്ല. കാരണം ഒരു പാവിക്ക് ഒരു പാവിയെ രക്ഷിക്കാൻ കഴിയില്ല. ഒരന്ധന് വേറൊരു അന്ധനെ വഴി കാണിക്കാൻ കഴിയില്ല. പാപരഹിതനായ ഒരാളുണ്ടാകണം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരാൾ ലോകത്തിലേക്ക് വരാൻ പോവുകയാണ്. പുരുഷബന്ധം കൂടാതെ ജനിക്കുന്ന ഒരു സ്ത്രീയുടെ സന്തതി. അത് മനുഷ്യനെ സൃഷ്ടിച്ച ആദ്യ നാളുകളിൽ തന്നെ പ്രവചനം ആരംഭിച്ചതാണ്. കുറേ കൂടെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സ്ത്രീയുടെ സന്തതി മാത്രമല്ല, അത് കന്യകയുടെ പുത്രനായിരിക്കും. കന്യക എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്? അതാണ് അത്ഭുതകരമായ ദൈവത്തിൻ്റെ ജനനം, ദൈവപുത്രൻ്റെ ജനനം. അത് യെശയ്യാ ആ പ്രവചനം നടത്തി. വീണ്ടും ഒരു ചോദ്യം ആളുകൾക്കുണ്ടായി. ശരി, സ്ത്രീയുടെ സന്തതി വരും, കന്യകയുടെ പുത്രനായിട്ട് വരും, ഇയാൾ എവിടെ വരാൻ പോകുന്നത്? അതൊരു ചോദ്യമായിരുന്നു. അപ്പോൾ മീഖ എന്ന പ്രവാചകൻ അതേക്കുറിച്ച് പറഞ്ഞു. 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ, നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. അപ്പോൾ നോക്കട്ടെ, എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബേത്ലഹേം എഫ്രാത്ത. താങ്കൾ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ഇസ്രായേൽ ദേശത്ത് 2 ബേത്ലഹേമുണ്ട്. ഒന്ന് ഗലീലയിലുള്ള ബേത്ലഹേം, 2 യഹൂദിയിലെ ബേത്ലഹേം. ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. ലോകരക്ഷകൻ ജനിക്കാൻ പോകുന്നത് എഫ്രാത്തയിലുള്ള ബേത്ലഹേമായിരിക്കും. അതുകൊണ്ട് കൃത്യമായ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി ഏത് വംശത്തിൽ ജനിക്കുമെന്നും പറഞ്ഞു. ഏത് കുടുംബത്തിൽ? ദാവീദിൻ്റെ കുടുംബത്തിൽ. മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുമ്പോൾ ഒരു വംശാവലി പറയുന്നുണ്ട്. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അത് പറഞ്ഞിട്ട് അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14, അങ്ങനെ 42 തലമുറകളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തിൽ യേശു ജനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ 14 പ്രത്യേകത എന്താണ്? ദാവീദ് എന്നുള്ള വാക്ക് എബ്രായ ഭാഷയിൽ എഴുതുമ്പോൾ അതിൻ്റെ മൂല്യം, ന്യൂമറിക്കൽ വാല്യൂ 14. അതുകൊണ്ട് ദാവീദിൻ്റെ വംശത്തിൽ ജനിക്കും, ദാവീദിനേക്കാൾ വലിയവനായ രാജാവായിട്ട് യേശു ജനിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് പ്രവചനമാണ്. അപ്പോൾ എങ്ങനെ ജനിക്കും? സ്ത്രീയുടെ സന്തതിയായി. വിശദീകരണം, കന്യകയുടെ പുത്രനായി. ബേത്ലഹേം എഫ്രാത്തയിൽ ജനിക്കും, ദാവീദിൻ്റെ വംശത്തിൽ ജനിക്കും, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ജനിക്കും. അങ്ങനെയുള്ള ധാരാളം പ്രവചനങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി അവൻ്റെ ജനനത്തിൻ്റെ രീതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എവിടെ ജനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടു. ഇനി അവൻ എങ്ങനെ വിളിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല പേരുകളുണ്ട്. ഒരു പേരാണ് നസറായൻ. അവൻ നസറായൻ എന്നറിയപ്പെടും. യെശയ്യാ 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെട്ടു വരും എന്ന് പറയുമ്പോൾ
നസ്രായൻ എന്ന പേരിൻ്റെ അർത്ഥം മുളച്ചു വരുന്നവനെന്നാണ്. എത്ര കൃത്യമായിട്ടാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പറയാത്ത ഒരു കാര്യം നിറവേറിയിട്ടില്ല, നിറവേറിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനിക്കുന്ന സ്ഥലം, ജനിക്കുന്ന വിധം, വിളിക്കപ്പെടുന്ന പേര്, യേശു ഏത് ദിവസം മരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ലോകത്തിൽ ആരുടെ മരണത്തെക്കുറിച്ച് എന്ന ദിവസം മരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്? പെസഹ പെരുന്നാളിനോട് ബന്ധപ്പെട്ട് പെസഹയുടെ ആചരണത്തെക്കുറിച്ച് പറയുമ്പോൾ പെസഹ കുഞ്ഞാടായ ക്രിസ്തു മരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 5:7 വാക്യം. പിറകിലേക്ക് പോയാൽ 1500 വർഷങ്ങളുടെ പിറകിലാണ് പെസഹ തുടങ്ങിയത്. അവ നമ്മുടെ കണക്കനുസരിച്ച് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരത്താണ് പെസഹ ആചരിക്കുന്നത്. ഒരാടിനെ അവർ കൊല്ലുന്നു. അതുപോലെ തന്നെ ആ പെസഹയുടെ അതേ ദിവസം തന്നെ കർത്താവായ യേശു വെള്ളിയാഴ്ച വൈകുന്നേരത്ത് ക്രൂശിക്കപ്പെടുന്നു. യഹൂദന്മാരുടെ യാഗാദികൾ ശ്രദ്ധിച്ചാൽ വളരെ തിരക്കുള്ള യാഗപരിപാടികളാണ്. ഓരോ ദിവസം ആയിരക്കണക്കിന് യാഗങ്ങൾ ഇവരർപ്പിക്കും. എന്നാൽ എല്ലാ യാഗങ്ങളുടെയും ഇടയിൽ മുടങ്ങാതെ അർപ്പിക്കേണ്ട 2 യാഗങ്ങളുണ്ട്. ഒന്നിൻ്റെ പേര് പ്രഭാതയാഗം, മറ്റൊന്ന് സന്ധ്യായാഗം. പുറപ്പാട് പുസ്തകത്തിൽ അത് വായിക്കുന്നുണ്ട്. ആ യാഗങ്ങളുടെ സമയം യഹൂദൻ്റെ കണക്കനുസരിച്ച് രാവിലെ 3 മണിയും വൈകിട്ട് 9 മണിയുമാണ്. നമ്മുടെ സമയമായിട്ട് മാറ്റുമ്പോൾ 6 മണിക്കൂർ കൂട്ടണം. നമ്മുടെ സമയം രാവിലെ 9 മണി, ഉച്ച കഴിഞ്ഞ് 3 മണി. അത്ഭുതകരമായി നമുക്ക് തോന്നുന്ന കാര്യം യേശുവിനെ ക്രൂശിച്ച സമയമാണ്. യേശുവിനെ ക്രൂശിച്ചത് 3 മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു എന്നാണ് മർക്കോസ് സുവിശേഷം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമയം രാവിലെ 9 മണി. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് ഇരുട്ടുണ്ടായെന്ന് പറയുമ്പോൾ 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ലോകത്തിൻ്റെ മുഴുവൻ പാപം യേശുവിൻ്റെ മേൽ വഹിച്ചപ്പോൾ പ്രകൃതിക്ക് പോലും അത് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. കൃത്യസമയത്ത് ക്രൂശിക്കപ്പെടുമെന്ന് പറഞ്ഞു, കൃത്യസമയത്ത് മരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിറവേറി. മരണത്തോടെ കഥ അവസാനിക്കില്ലെന്ന് പറഞ്ഞു. മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടി ആയിരിക്കും. യേശുവിൻ്റെ ജനനത്തിന് 800 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാപ്രവാചകൻ എഴുതിയ 53-ാം അധ്യായത്തിൽ അന്ന് നിയമമനുസരിച്ച് ക്രൂശിക്കപ്പെടുന്ന ഒരു യഹൂദൻ്റെ ശരീരം ആ കുരിശിൻ്റെ ചുവട്ടിലായിട്ട് അടക്കാൻ അനുവാദം കൊടുത്തിരുന്നു. പക്ഷേ യേശു അങ്ങനെ അടക്കപ്പെടേണ്ട ആളല്ല. ശ്രേഷ്ഠ മന്ത്രിയും ധനവാനുമായ അരിമത്തിലെ യോസേഫിൻ്റെ കല്ലറയിലാണ് യേശുവിനെ അടക്കിയത്. അതും ഒരു സാധാരണ ഇസ്രയേലിനെ സംസ്കരിക്കാൻ 10 റാത്തൽ സുഗന്ധദ്രവ്യം മതി. രാജാക്കന്മാരെ അടക്കുമ്പോഴാണ് 100 റാത്തൽ ഉപയോഗിക്കുന്നത്. യേശുവിനെ അടക്കിയപ്പോൾ ഒരു രാജാവിൻ്റെ അടക്കം അവന് കിട്ടി. 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ടാണ് സംസ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചത്. അടക്കപ്പെട്ടു. ഉയർത്തെഴുന്നേൽക്കുമെന്ന് 16-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരുന്നു. നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കില്ല. യേശു ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ഇന്നും യേശു ജീവിക്കുന്നു, രക്ഷകനായി ജീവിക്കുന്നു. ആരെയും രക്ഷിക്കത്തക്ക നിലയിൽ അവനിന്നും ജീവിക്കുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പൗരസ്ത്യ ലോകം, മധ്യലോകം. 3-ാമത്തെ ലോകം മധ്യപൂർവ്വദേശം. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഏതാണ്ട് BC 1400 ജീവിച്ചിരുന്ന ഒരാളാണ് ബിലയാം. അദ്ദേഹം യേശുവിനെക്കുറിച്ച് ഒരു പ്രവചനം നടത്തി. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. അദ്ദേഹത്തിൻ്റെ സ്ഥലം പേർഷ്യയാണ്. മോവാബ് ദേശമെന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പേർഷ്യ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ കിഴക്ക് വശമാണ്. അത് കിഴക്ക് ദേശത്തിൽപ്പെടുന്ന ഭാഗമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് യാക്കോബിലൊരു നക്ഷത്രം ഉദിക്കും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം 1400 വർഷങ്ങൾ അന്നുണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാർ, അവർ ക്രിസ്തുവിനെ നോക്കിയിരുന്നവരൊന്നുമല്ല. പക്ഷേ അവർക്ക് മനസ്സിലായി ഇസ്രായേൽ ദേശത്തൊരു നക്ഷത്രം ഉദിക്കും. അത് അസാധാരണമായൊരു നക്ഷത്രം. ആയിരക്കണക്കിന് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ടെങ്കിലും ഒരത്ഭുത നക്ഷത്രം ഉണ്ടാകുമെന്ന് ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അവരിങ്ങനെ ആകാശത്തിലേക്ക് സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരു ദിവസം ഒരു നക്ഷത്രം അവർക്ക് പ്രത്യക്ഷമായി. അവർക്ക് മനസ്സിലായി ഈ 1400 വർഷങ്ങൾ ഞങ്ങളുടെ ആളുകൾ, വിജ്ഞാനികൾ, ശാസ്ത്രജ്ഞന്മാർ കാത്തിരുന്ന നക്ഷത്രം ഇതാണ്. ആ നക്ഷത്രത്തിൻ്റെ പിറകെ അവർ പോയി. നക്ഷത്രം ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു, പടിഞ്ഞാറോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനെ അനുഗമിച്ച ആളുകൾ അവസാനം ചെന്നെത്തിയത് ബേത്ലഹേമിലാണ്, ഇസ്രായേൽ ദേശത്താണ്. അപ്പോൾ ഈ യാത്ര നമ്മൾ വിചാരിക്കുന്നത് 10, 20, 100 കിലോമീറ്റർ ആണെന്നാണ്. അല്ല. യൂഫ്രട്ടീസിൻ്റെ അക്കരെ നിന്ന് യാത്ര പുറപ്പെട്ട്, പേർഷ്യയിൽ നിന്ന് പുറപ്പെട്ട് ഈ അറബി ദേശം, ഈ മരുഭൂമിയുടെ മുഴുവൻ അവർ യാത്ര ചെയ്ത് യോർദാൻ നദി കടന്ന് ആണ് അവർ യെരുശലേമിലേക്ക് വരുന്നത്, ഇസ്രായേലിലേക്ക് വരുന്നത്. അവിടെയാണ് ബേത്ലഹേമിൽ യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് അവനെ കണ്ടു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് വിദ്വാൻമാർ, ശാസ്ത്രജ്ഞന്മാരെന്നാണ്. അവർക്കിതിന് പ്രേരകമായി തീർന്നത് ഈ ബിലയാമിൻ്റെ എഴുത്താണ്. ഒരു നക്ഷത്രം ഉദിച്ചു. ആ നക്ഷത്രമാണ് കർത്താവായ യേശു. യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഉദയ നക്ഷത്രമെന്നാണ്. ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്ന നക്ഷത്രം.
ലോകം മുഴുവൻ ആത്മീയമായ തിന്മയിലും പാപത്തിലും അധർമ്മത്തിലും ജീവിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ യേശു ലോകത്തിലേക്ക് വന്നു. അവനാണ് നക്ഷത്രം. താൻ അവകാശപ്പെട്ടത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്നാണ്. മനുഷ്യഹൃദയം പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിരാശയും അസ്വസ്ഥതയും കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഇതിനുള്ള പരിഹാരം ഈ വെളിച്ചമായ യേശുവിനെ ഇരുൾ നിറഞ്ഞ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ജീവിതത്തിന് മാറ്റമുണ്ടാകും. യേശു രക്ഷകനായാൽ മനുഷ്യൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. കുടുംബങ്ങളുടെ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകും. രാഷ്ട്രങ്ങൾ നേരെയാകും. യേശുവാണ് ലോകത്തിൻ്റെ വെളിച്ചം. യേശുവാണ് ലോകത്തിൻ്റെ ഉത്തരം. ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ഇങ്ങനെ ഒരു രക്ഷകൻ ഉണ്ടാകുമെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ആളുകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ ആളുകൾ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ, അവരുടെ മതാന്വേഷണം, ഈശ്വരാന്വേഷണം, ഈ കാര്യങ്ങളിൽ ഭാരതീയർ വളരെ മുൻപിലായിരുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നുന്ന ഒരു കഥാപാത്രമാണ് കാലടി ശങ്കരാചാര്യർ. അദ്ദേഹം ഒരു പക്ഷെങ്കിലും ഒരു മലയാളി ആയതുകൊണ്ടോ ഇന്ത്യക്കാരനായതുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ യശസ് ലോകത്തിൽ നിറഞ്ഞു നിന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഈശ്വര അന്വേഷണത്തെക്കുറിച്ച് പറയുന്നത് ഏകാത്മതാ ദർശനമെന്നാണ്. അതേസമയത്ത് മറ്റൊരു ആചാര്യനുണ്ടായിരുന്നു, മാധവാചാര്യർ. അദ്ദേഹത്തിൻ്റെ ഈശ്വര അന്വേഷണത്തെക്കുറിച്ച് പറയുന്നത് രണ്ട് യാഥാർത്ഥ്യങ്ങൾ, ഏകാത്മ ദർശനവും ദ്വയാത്മ ദർശനവും. അപ്പോൾ ശങ്കരാചാര്യരുടെ പഠിപ്പിക്കലിനാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു യാഥാർത്ഥ്യമേ ഉള്ളൂ, ഒരു ഉണ്മയേ ഉള്ളൂ, ഒരു ഏകത്വമുണ്ട്. ആ ഏകത്വത്തിൻ്റെ അദ്ദേഹത്തിലേക്ക് പേര് ബ്രഹ്മാവെന്നാണ്, അല്ലെങ്കിൽ ബ്രഹ്മം. അപ്പോൾ ബ്രഹ്മമുണ്ട്, അതാണ് യാഥാർത്ഥ്യം. ബാക്കിയെല്ലാം അയാഥാർത്ഥ്യങ്ങളാണ്. ആ ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയാനായിട്ട് അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സകലത്തിൻ്റെയും പിൻപിലൊരു കാരണഭൂതമായ എന്തോ ഒന്നുണ്ട്. അതിന് നൽകിയ പേരാണ് ബ്രഹ്മം. അദ്ദേഹം അതിൻ്റെ വിശദീകരണങ്ങൾ നൽകി. അദ്ദേഹം പറഞ്ഞത് നമ്മൾ കാണുന്ന ഈ ലോകമെല്ലാം തിന്മ കൊണ്ട് നിറഞ്ഞതാണ്. ഇതൊന്നും യാഥാർത്ഥ്യമല്ല, ഒരു യാഥാർത്ഥ്യമേ ഉള്ളൂ. നമ്മളൊരു വൈകുന്നേരത്ത് ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കയറ് കിടക്കുകയാണെങ്കിൽ അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കും. അതുപോലെ നമ്മൾ കാണുന്ന ഈ ലോകം ഇതെല്ലാം ഒരു മായയാണ്, മായക്കാഴ്ചയാണ്. യാഥാർത്ഥ്യം ഒന്നേ ഉള്ളൂ, റിയാലിറ്റി ഈസ് ഓൺലി വൺ, മറ്റെല്ലാം മായയാണ്. അപ്പോൾ ഈ മായയാകുന്ന ഈ സൃഷ്ടിയിൽ പൂവ്, പുല്ല്, തൂണ്, തുരുമ്പ്, ഞാൻ, എനിക്കുള്ളത്, ഈ ലോകം മുഴുവനും കേവലം മായയാണ്. ഇതെല്ലാം ഒരു ദിവസം ബ്രഹ്മത്തിൽ ലയിക്കണം. അതാണ് ബ്രഹ്മദർശനം. അങ്ങനെ ഉണ്ടാകണമെങ്കിലുള്ള കുഴപ്പം മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ തിന്മ നിറഞ്ഞതാണ്. ഈ തിന്മയിൽ നിന്നൊരു മോചനം ഉണ്ടാകുന്നത് വരെ അവന് തിന്മയിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. മനുഷ്യൻ്റെ തെറ്റുകൾക്ക് അനുസരണമായ ശിക്ഷയാണ് പിന്നീട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് താണ തരത്തിലുള്ളതായിരിക്കുന്ന ഒരു ജന്മം അടുത്തുണ്ടാകും. അങ്ങനെ ജന്മങ്ങൾ പലതുണ്ടായി സംസാര സാഗരത്തിലകപ്പെട്ട് ഒടുവിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ സംസാര സാഗരമാകുന്ന ഈ വൃത്തത്തിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് കടന്ന് ബ്രഹ്മത്തിൽ ലയിക്കാനായിട്ട് കഴിയും. അതിനുള്ള മാർഗം ഞാനല്ല എന്നുള്ള തോന്നലാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണെന്നൊരു തോന്നൽ, തത്വമസി, ഒരേകത്വമേ ഉള്ളൂ. ആ അറിവിലേക്ക് ഞാൻ എപ്പോൾ എത്തിച്ചേരുന്നോ ആ സമയത്ത് ഈ താൽക്കാലികമായ ഈ സംസാര സാഗരത്തിൽ നിന്ന് ഞാൻ വിലയം പ്രാപിച്ച് ബ്രഹ്മത്തിൽ ലയിക്കും. അങ്ങനെ ആത്യന്തികമായി ഒരു ബ്രഹ്മമേ ഉള്ളൂ, ഒരു യാഥാർത്ഥ്യമേ ഉള്ളൂ. എന്നാൽ ശങ്കരാചാര്യരുടെ പഠിപ്പിക്കൽ വ്യത്യാസമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആത്മാവും വസ്തുവും രണ്ടും രണ്ടാണ്, യാഥാർത്ഥ്യവും അയാഥാർത്ഥ്യവും എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. രണ്ട് റിയാലിറ്റികളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. പക്ഷേ ശങ്കരാചാര്യരുടെ പഠിപ്പിക്കൽ ഈ യാഥാർത്ഥ്യം ഒന്നേ ഉള്ളൂ. ആ പഠിപ്പിക്കലിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് പിന്നീട് വന്ന മുനിശ്രേഷ്ഠന്മാരൊക്കെ എഴുത്തുകൾ നടത്തുകയും പാടുകയുമൊക്കെ ചെയ്തത്. അവർ പറഞ്ഞ പല ശ്ലോകങ്ങൾ, കീർത്തനങ്ങളുണ്ട്. അതിലൊന്ന് രണ്ടെണ്ണം മാത്രം ഞാൻ പറയാം. ഈ മായാ ലോകത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള മാർഗം എന്താണ്? അവർ ഹൃദയംഗമായി പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അതേതാണ് ഇപ്രകാരമാണ്: പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ ത്രാഹിമാം പുണ്ടരീകാക്ഷ സർവയജ്ഞോശരിഹരി മത്സമ പാപനാസ്തി ത്വൽസമ നാസ്തി പാപ ഇതികൃത്യം രതിന്ധേവ യഥായോഗ്യം തഥാ ഗുരു. പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലയോ ഈശ്വര, എൻ്റെ അഹം മുഴുവനും പാപമാണ്. അങ്ങയെപ്പോലെ പാപമില്ലാത്ത ഒരാൾ വേറെ ഇല്ല. അതുകൊണ്ട് പാപിയായ എന്നോട് അങ്ങയുടെ നീതിക്ക് ഒത്തവണ്ണം ചെയ്യണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ പ്രാർത്ഥന തുറന്നപ്പോൾ അവർക്ക് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ഉത്തരം, പരിത്രാണായ സാധുന വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ്, ദുഷ്ടന്മാരെ ശിക്ഷിക്കാനും അല്ലെങ്കിൽ ദുഷ്ടശിക്ഷണ
ശിഷ്ടരക്ഷണ, നല്ലവരെ രക്ഷിക്കാനുമായി ഞാൻ യുഗങ്ങൾ തോറും അവതരിക്കുന്നു. 10 അവതാരങ്ങളുണ്ട്, ദശാവതാരങ്ങളെന്ന് പറയും. ഈ അവതാരങ്ങളുടെ എല്ലാം ഉദ്ദേശം ഇവിടെ തിന്മ കാണാൻ പാടില്ല, ദുഷ്ടന്മാരെ നശിപ്പിക്കണം, ശിഷ്ടന്മാരെ ചേർക്കണം. ബൈബിളും ഇത് പറയുന്നു, എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിങ്കലെന്നാകുന്നു, ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അങ്ങനെയുള്ള മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് ദൈവം നൽകിയ ഉത്തരമാണ് ചരിത്രത്തിലേക്ക് അയക്കപ്പെട്ട യേശുക്രിസ്തു. അവർ ഈ പ്രതീക്ഷകളോടെ ജീവിച്ചിരുന്നപ്പോൾ പിന്നെയും അവർ പാടാൻ തുടങ്ങി, എൻ്റെ അഹം പാപമാണ്, പാപരഹിതനായിട്ട് ഈശ്വരൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവർ പ്രാർത്ഥിച്ചു, തമസവുമാ ജ്യോതിർഗമയ, അസതവുമാ സദ്ഗമയ, മൃത്യുവുമാ അമൃതഗമയ. ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണം, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എന്നെ നയിക്കണം, മരണത്തിൽ നിന്ന് അമർത്യതയിലേക്ക്, മരണമില്ലായ്മയിലേക്ക് എന്നെ നയിക്കണം. ഈ 3 പ്രാർത്ഥനകൾ നൂറ്റാണ്ടുകൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. നമുക്കതിന് ഉത്തരം എന്നോണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവാണ്. താൻ ലോകത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പാപത്തിൻ്റെ ഇരുളിലിരിക്കുന്ന ഏതൊരു മനുഷ്യനും യേശുവാകുന്ന ആ വെളിച്ചത്തെ ഉള്ളിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകും, ദിശാബോധം ഉണ്ടാകും, പ്രതീക്ഷയോടുകൂടെ ജീവിക്കാനായിട്ട് കഴിയും. യേശു വെളിച്ചമാണെന്ന് മാത്രമല്ല പറഞ്ഞത്, ഞാൻ സത്യമാണെന്ന് അവൻ അവകാശപ്പെട്ടു. യേശു ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ അസത്യം മാറും, സത്യം വിശുദ്ധമായിട്ട് ജീവിക്കാൻ കഴിയും. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക്, അമർത്യതയിലേക്ക് നയിക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിച്ചപ്പോൾ യേശു പറഞ്ഞു, ഇനി വേറെ എങ്ങും പോകണ്ട, ഒരു ദർശനത്തിനും പോകണ്ട, ആരെയും അന്വേഷിച്ച് പോകണ്ട, ഒരു പൈസയും മുടക്കണ്ട, ദാനധർമ്മങ്ങൾ ചെയ്യണ്ട, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുക്രിസ്തുവാണ് മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ. ഈ ഇരുട്ട് മാറ്റുവാൻ നാം ഓർക്കണം, യേശു കുരിശിന്മേൽ അന്ധകാരത്തിൻ്റെ മണിക്കൂറുകളിൽ കിടന്നു. നമ്മെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കുവാൻ അവനാകുന്ന സത്യത്തെ ആളുകൾ ആക്രമിച്ചു, അവനെതിരെ അസത്യങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചു. ആ അസത്യങ്ങളെല്ലാം പാപം ഏറ്റുകൊണ്ടാണ് അവൻ കുരിശിന്മേൽ കയറി മരിച്ചത്. നമ്മുടെ മരണത്തെ മാറ്റാനാണ് യേശു കുരിശിന്മേൽ മരിച്ചത്. ഇതാണ് യേശുവിൻ്റെ പ്രത്യേകത. മറ്റ് ആചാര്യന്മാരിൽ നിന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും യേശുവിനെ വ്യത്യസ്തനാക്കുന്നത് മനുഷ്യൻ്റെ പാപം, മരണം ഇതിനെ നീക്കുവാനായിട്ട് യേശു വന്നു. നമ്മുടെ എല്ലാ പാപങ്ങളും തൻ്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ മരിച്ചു. ചരിത്രപുരുഷനായിട്ട് യേശു വന്നു എന്നുള്ളതാണ് സാറ് സമർത്ഥിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ അവിടെ ഒരു ചോദ്യം, ചരിത്രപുരുഷനായിട്ട് വന്നു, ലോകരക്ഷകനായിട്ട് വന്നു എന്നൊക്കെ പറയുമ്പം അങ്ങനെ ഒരാൾ മരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താ? ദൈവം നീതിമാനാണ്, മനുഷ്യൻ അനീതിക്കാരനാണ്. മനുഷ്യൻ അവൻ്റെ സ്വയമായ പ്രവൃത്തികൾ കൊണ്ടും ഭക്തിമാർഗം കൊണ്ടും കർമ്മമാർഗം കൊണ്ടും ജ്ഞാനമാർഗം കൊണ്ടും തത്വചിന്തകൾ കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ആഗ്രഹിച്ച ചരിത്രമാണ് ലോക ചരിത്രം മുഴുവനും തന്നെ. ഒരു മനുഷ്യൻ നിസ്സഹായനായി, തങ്ങളെക്കൊണ്ട് കഴിയയില്ല എന്ന് ലോകം മുഴുവൻ സമ്മതിച്ചു. ആ സമയത്ത് ദൈവം അതിനുത്തരം നൽകിയതാണ് യേശുക്രിസ്തുവിൻ്റെ വരവും. അപ്പോൾ എനിക്ക് ഒരു വലിയ കടബാധ്യത താങ്കളുമായിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നെക്കൊണ്ട് വീട്ടാൻ നിർവാഹമില്ല. അത് വീട്ടുവാൻ നിർവാഹമില്ലാതെ വരുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന താങ്കൾ എനിക്ക് വേണ്ടി ആ കടം വീട്ടിൽ കൊടുത്താൽ ഞാൻ പിന്നെ കടക്കാരനല്ല. ഞാൻ ആരോട് കടംപെട്ടിരിക്കുന്നോ ആ ആൾക്ക് എന്നെ തടഞ്ഞു വെക്കാൻ കഴിയില്ല, എനിക്കൊരു കേസ് കൊടുക്കാൻ കഴിയില്ല. എൻ്റെ കടപ്പാട് താങ്കളോടാണ്. ഇതുപോലെ തന്നെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമ്മെക്കൊണ്ട് കഴിയുകയില്ല എന്ന് നാം സമ്മതിച്ചു, ലോകം സമ്മതിച്ചു. ആ സമയത്ത് ദൈവം നമ്മുടെ പാപങ്ങളെ ചുമക്കാൻ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. വേറൊരുത്തനും രക്ഷയില്ല. ആ യേശുവാണ് രക്ഷകനായിട്ട് ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി യേശു കുരിശിൽ മരിച്ചതുകൊണ്ട് നമുക്ക് പാപമോചനമുണ്ട്, പാപപരിഹാരമുണ്ട്. വേറൊരു മാർഗത്താലും പാപപരിഹാരം ഉണ്ടാകുകയില്ല. ആ യേശുവിനെ എനിക്ക് താങ്കളോട് നന്ദി ഉണ്ടാകുന്നതുപോലെ യേശുവിനോട് നന്ദിയുള്ളവരായി നാം ജീവിക്കണം. യേശു ഉള്ളിലേക്ക് വരണം. വെളിച്ചമായി, സത്യമായി, ജീവനായി യേശു ഉള്ളിലേക്ക് വരണം. അതിന് ബൈബിൾ പറയുന്നത് യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഈ പറയുന്നതുകൊണ്ട് ഒരു മതം മാറാനോ സഭ മാറാനോ പേര് മാറാനോ അല്ല. യേശു ഉള്ളിൽ വരണം, യേശു ജീവിതത്തിൽ വരണം. സമാധാനമുണ്ടാകും, നിരാശ മാറും, ആത്മഹത്യാ പ്രവണത ഉണ്ടാവുകയില്ല, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും, ജീവിത പങ്കാളിയെ സ്നേഹിക്കും, മക്കളെ കരുതും, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കും, ജീവിതത്തിന് സമൂലമായ മാറ്റമുണ്ടാകും. ഇതാണ് യേശുവിൻ്റെ മാർഗത്തിൻ്റെ പ്രത്യേകത. യേശു നൽകുന്ന രക്ഷയുടെ പ്രത്യേകത ഇതാണ്. ഇതല്ലാതെ വേറെ രക്ഷയില്ല.
താങ്ക് യു സോ മച്ച്. ഇത്രയും വളരെ വിശദമായ കാര്യങ്ങൾ വിശദീകരിച്ചതിന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. അടുത്ത എപ്പിസോഡിൽ ആ കാര്യം പങ്കുവയ്ക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ് എന്ന് വിശദമായി പ്രസ്താവിക്കുന്ന ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കുവാനിടയായി. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.